82-ാമത്തെ ആയത്ത്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വനുനസ്സിലു നാം ഇറക്കുന്നു, നാം അവതരിപ്പിക്കുന്നു, മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന്, മാ ഹുവ ശിഫാഉൻ ശമനം, ശിഫ, വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹവുമായതിനെ ഖുർആനിൽ നിന്ന് നാം ഇറക്കുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. പക്ഷേ ഖുർആനിൽ നിന്ന് എത്ര സൂറത്തുകളും ആയത്തുകളും ഒക്കെ അവതീർണമായാലും അക്രമികളായിട്ടുള്ള ആളുകൾ അവരുടെ അക്രമത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ ആക്രമിക്കൽ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കുക, ശിർക്ക് ചെയ്യുക, കുഫ്ർ ചെയ്യുക, പാപങ്ങളിലൊക്കെ വ്യാപൃതനാവുക എന്നുള്ളതെല്ലാം ഒരു തരത്തിൽ അക്രമമാണ്, ദുൽമാണ്. ആ ദുൽമിൽ കൂടി അവർ നേടിയെടുക്കുന്നത് ഖസാറ, നഷ്ടത്തെ മാത്രമാണ്, പരാജയത്തെ മാത്രമാണ്, ദുനിയാവിലുള്ള വലിയ പരാജയം മാത്രമാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശിഫയാണ് എന്ന് പറയുന്നുണ്ട്. ഖുർആൻ ശിഫയാണ്. എന്താണ് ഖുർആൻ ശിഫയാണ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം? രണ്ട് രീതിയിൽ ഖുർആൻ ശിഫയാണ്. ഒന്ന്, ഖുർആൻ ഹൃദയത്തിന് ശിഫയാണ്. രണ്ട്, മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും ശിഫയാണ്. ഖുർആൻ ഹൃദയത്തിന് ശിഫയാവുക, ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾക്ക്, ഖുർആനുമായിട്ട് മാനസികമായി ബന്ധം പുലർത്തുന്ന ഒരാൾക്ക്, ഖുർആന്റെ അർത്ഥം പഠിക്കുന്ന ഒരാൾക്ക്, അത് ഹൃദയത്തിലുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും അയാൾക്ക് മനസ്സമാധാനം, റാഹത്തും സന്തോഷമൊക്കെ നൽകും. ഇപ്പൊ ഹൃദയത്തിന് പല അസുഖങ്ങളുണ്ട്. മറ്റുള്ളവരുടെ അസൂയ ഉണ്ടാകുക, അഹങ്കാരം, കിബ്റുണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക, വെറുപ്പുണ്ടാകുക, ടെൻഷൻ, ഡിപ്രഷൻ, കോൺഫിഡൻസ് ഇല്ലായ്മ, അതൊക്കെ ഹൃദയത്തിന്റെ അസുഖങ്ങളാണ്. ഇത്തരം ഹൃദയങ്ങൾക്കുള്ള അസുഖങ്ങൾക്കുള്ള ക്ഷമം, ശിഫയാണ് ഖുർആൻ പാരായണം. അല്ലാണ്ട് ടെൻഷനും വിഷമവും ദുഃഖമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഖുർആൻ എടുത്ത് പാരായണം ചെയ്താൽ അത് മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടും. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കിട്ടുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായില്ലേ, ഇന്ത്യയിലെ അറിയപ്പെട്ട കോടീശ്വരനായ ഒരു മനുഷ്യൻ പെട്ടെന്ന് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തു. വളരെ അത്ഭുതപ്പെടുത്തിയത്, അദ്ദേഹം നിർമ്മിച്ച ഇത്രയും വലിയ കോടികൾ വരുന്ന വലിയ ബിസിനസ് സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പേരെന്താ? കോൺഫിഡന്റ് എന്നാണ്. കോൺഫിഡന്റ്. അപ്പൊ ഒരു കോൺഫിഡന്റ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ മനുഷ്യൻ ആത്മഹത്യയിലേക്ക് പോവുക. അല്ലെ, ഇനി ഒരു വഴിയുമില്ല, മുമ്പിലെല്ലാം അടഞ്ഞു എന്ന് തോന്നുമ്പോഴാണല്ലോ മനുഷ്യന് ആത്മഹത്യയിലേക്ക് പോവുക. അപ്പൊ അത് ദീനില്ലാത്ത ആളുകൾക്കാണ്, ഈമാൻ ഇല്ലാത്ത ആളുകൾക്കാണ്. ഈമാനുള്ള ആളുകൾക്ക് ദുനിയാവിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എത്ര വലിയ കടക്കണി വന്നാലും അയാൾ മുഅ്മിൻ അയാളുടെ ഈമാനിന്റെ പവർ കൊണ്ട് ഉറച്ചു നിൽക്കും, ഖുർആനിന്റെ പവർ കൊണ്ട് ഉറച്ചു നിൽക്കും. കാരണം അവൻ സ്ഥിരമായി ഓതുന്ന ഖുർആനിലുണ്ട്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. നിങ്ങളുടെ ജീവിതത്തിലോ, നിങ്ങളുടെ ശരീരത്തിലോ, നിങ്ങളുടെ കുടുംബത്തിലോ, സമ്പത്തിലോ എന്ത് മുസീബത്തും കഷ്ടപ്പാടൊക്കെ ബാധിച്ചാലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമാണെന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ കടക്കണിയിൽപ്പെട്ടു, ഒരു പുതിയ ബിസിനസ് സംരംഭം തുടങ്ങി, അത് പൊട്ടിപ്പോയി, അയാൾ അത്ര ടെൻഷൻ അടിക്കൂല. അയാൾ എന്താ വിചാരിക്കുക? ഇത് അള്ളാഹു കണക്കാക്കിയാന്ന് വിചാരിക്കുന്നു. ഖുർആൻ ഇങ്ങനെ എന്ത് മുസീബത്തും പ്രയാസം നിങ്ങൾക്ക് വന്നാലും അതെല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം, നമുക്കെന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ലാതെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നമുക്കെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ സന്തോഷിക്കേണ്ടതിന്റെ ആവശ്യമില്ല. എല്ലാ അവസ്ഥയിലും മുഅ്മിൻ ഒരു മിതമായ കോലത്തിലായിരിക്കും. വല്ലാതെ ബേജാറാവുകയില്ല, വല്ലാതെ സന്തോഷിക്കുകയില്ല, ഒരു മിതമായ അവസ്ഥയിലേക്ക്. അപ്പൊ അത് മുഅ്മിനീങ്ങൾക്കാണ് കിട്ടുക, അത് ഖുർആനിൽ കൂടിയാണ് കിട്ടുക. ഹൃദയങ്ങൾക്കുള്ള സമാധാനം, ഹൃദയത്തിനുള്ള ശാന്തി. ഈ ഹൃദയത്തിനുള്ള ശമനം പോലെ തന്നെ ഖുർആൻ ശരീരത്തിന്റെ അസുഖങ്ങൾക്കും ശിഫയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സഹാബത്തുൽ കിറാം, ഇവരെല്ലാവരും ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ നടത്തുമായിരുന്നു, മന്ത്രിക്കുമായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിലുണ്ട്,
കാന ഇദസ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചാൽ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅവ്വിദാത്ത് ഓതും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പോലുള്ള സൂറത്തുകൾ അത് ഓതുകയും വയൻഫുസ്, അത് കൈയിൽ ഊതുകയും അത് മുഖേന ശരീരത്തിലൊക്കെ മൊത്തം തടവുകയും ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ എവിടെയാണോ വേദനിക്കുന്നത്, എവിടെയാണോ അസുഖം അനുഭവപ്പെടുന്നത് അവിടെ തടവുമായിരുന്നു. ഫലമ്മ ഇഷ്തദ്ദ വജ്ഹുഹു, നബിതങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഊതാൻ പറ്റാത്ത രീതിയിലുള്ള അതികഠിനമായിട്ടുള്ള അസുഖമാണെങ്കിൽ കുന്തു അഖറഉ അലൈഹി, ഞാൻ ഓതുകയും വഅംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഊതിക്കൊടുക്കും. ഇത് നബിതങ്ങളെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തടവുമായിരുന്നു. ഇത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയുടെ ഹദീസാണ്. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കാം, അതിൽ കൂടി ശമനം കിട്ടും. അത് അതിലൊരുപാട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 രീതിയിൽ ശുശ്രൂഷിക്കുമായിരുന്നു. ഒന്ന്, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-അദ്വിയ്യത്തു തുബഈയ, സാധാരണഗതിയുള്ള പ്രകൃതിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കും. മീൻസ് മരുന്നുകളൊക്കെ എന്ത് ചെയ്യും, ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കും. വിവിധങ്ങൾ കൂടുതലായി ഉപയോഗിച്ച മരുന്നുകളെ കൊണ്ട് ഉപയോഗിച്ച തേൻ ഉപയോഗിച്ചിട്ടുണ്ട്, കരിഞ്ജീരകം ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കായിരുന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അദ്വിയ്യത്തിൽ ഇലാഹിയായ മരുന്നുകൾ ഉപയോഗിച്ചു. ഇലാഹിയായ മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഓതുകയും അത് ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിച്ചൂതുകയും അങ്ങനെ ശമനം വരുത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. അങ്ങനെ യാത്രയിൽ അവരൊരു സ്ഥലത്ത് ഇറങ്ങി. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല കയ്യില്. തൊട്ടടുത്ത് ഒരു ഗോത്രം താമസിക്കുന്നുണ്ട്. ആ ഗോത്രത്തിനോട് വെള്ളം ആവശ്യപ്പെട്ടു, വെള്ളം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു. പക്ഷെ അവരാരും ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ ഇവര് വലിയ സഹാബാക്കൾക്ക് വലിയ പ്രയാസത്തിലായി. അപ്പോഴാണ് ആ ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ ഗോത്രത്തിലെ നേതാവിനെ തേള് കടിച്ചു. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. നിങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ പല ചികിത്സയും നടത്തി നോക്കി, പക്ഷെ അതിന്റെ വിഷം ഇറങ്ങുന്നില്ല. ആ വിഷം കാരണം വല്ലാതായിട്ട് ഞങ്ങളുടെ നേതാവ് വേദനിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതിൽ നിന്നുള്ള വല്ല ചികിത്സ അറിയെങ്കിൽ ഞങ്ങൾക്ക് വന്നൊന്ന് ശുശ്രൂഷിച്ച് നൽകണം എന്ന് സഹാബാക്കളോട് വന്ന് ആവശ്യപ്പെട്ടു. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അവരത് വിസമ്മതിച്ചു. ഇല്ല, കാരണം ഞങ്ങൾ നിങ്ങളോട് ഭക്ഷണം ചോദിച്ചു, നിങ്ങൾ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഒന്നും നൽകിയില്ല. അപ്പോ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വന്നിട്ട് ശുശ്രൂഷിക്കാം, ചികിത്സിക്കാം. പകരം നിങ്ങൾ ഇത്ര ആടുകളെ ഞങ്ങൾക്ക് പകരമായി നൽകണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് യാത്രയിൽ ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി. അങ്ങനെ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പോവുകയും അദ്ദേഹം പറയുന്നുണ്ട്, ഫന്തലഖ യത്ഫിലു അലൈഹി വയഖറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് അത് ഊതിയിട്ട് അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ആ ഗോത്ര നേതാവിനെ ശുശ്രൂഷിച്ചു, ചികിത്സിച്ചു. ആ മന്ത്രിക്കൽ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ ആ വിഷമറങ്ങി, ആ രോഗം ഭേദപ്പെട്ടു. സഹാബാക്കൾക്കും ആ ഗോത്രക്കാർക്കൊക്കെ വലിയ അത്ഭുതമായി. അവർ ഈ സന്തോഷത്തിന്റെ പേരിൽ ഇത്രയും ആവശ്യപ്പെട്ട ആടുകളൊക്കെ കൊടുത്തു. സഹാബാക്കൾ ആടുകൾ കിട്ടിയപ്പോൾ ഇതിനെ അറുത്തിട്ട് വീതം വെക്കാം, അല്ലെങ്കിൽ പാചകം ചെയ്യാന്ന് പറഞ്ഞു. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാടില്ല, നമുക്കിത് മന്ത്രിച്ചൂതിയിട്ട് കിട്ടിയതാണ്, ഇതെന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി നമുക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിൽ കാര്യം തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മടങ്ങിയെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അസബ്തും, നിങ്ങൾ ചെയ്തത് ശരിയാണ്. അഖ്സിമു, നിങ്ങൾക്ക് കിട്ടിയ ആ ആട് നിങ്ങൾ വീതം വെക്കുക. വദ്രിബൂ ലീ മഅകും സഹ്മൻ, എനിക്കും അതിൽ നിന്ന് ഒരു ഓഹരി നൽകുകയും ചെയ്യുക. ഫളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കേണ്ട. കാരണം പ്രവാചകന്റെ സഹാബാക്കൾ മന്ത്രിച്ചിട്ട് ഒരു ഗോത്രത്തിന്റെ നേതാവിന്റെ അസുഖം ഭേദമായിരിക്കുന്നു, സുഖപ്പെട്ടിരിക്കുന്നു.
എന്ന് പറഞ്ഞ വിധങ്ങൾ എനിക്കും അതിൽ നിന്ന് ഓഹരി നൽകണം എന്ന് വിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അപ്പോ അനുവദനീയമായ രീതിയിൽ സുന്നത്തായ രീതിയിലുള്ള മന്ത്രമുണ്ട്. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് ഖുർആനിലും ഹദീസിലും വന്ന ദിക്റുകളും ദുആക്കളും കൊണ്ടുള്ള മന്ത്രങ്ങൾ. അതല്ലാത്ത പാടില്ലാത്തതായ ഹറാമായ മന്ത്രങ്ങളുണ്ട്, ശിർക്കിൽപ്പെട്ട മന്ത്രങ്ങളുണ്ട്. അതെങ്ങനെയാണ്? മറ്റ് ദേവീ ദേവന്മാരുടെയും അള്ളാഹുവിന്റെ മറ്റ് സൃഷ്ടികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കുക, കുഫറിന്റെയും ഷിർക്കിന്റെയും അവിശ്വാസങ്ങളുടെയും അന്ധവിശ്വാസങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ ചെയ്യുക. അങ്ങനെയുള്ള പല തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടു കൂടി മാത്രമേ ഇതിനെ സമീപിക്കാൻ പാടുള്ളൂ അറിയാം. കാരണം മന്ത്രത്തിന്റെയും തകിടിന്റെയും തരികിടയുടെയും പരിപാടിയിൽ എല്ലാ ഹറാമും നടക്കുന്ന ഒരു കാലഘട്ടമാണ്. മന്ത്രവാദികള്, അന്ധവിശ്വാസങ്ങള് അവർ മുതലെടുക്കുകയാണ്. പാവപ്പെട്ട സ്ത്രീകള്, മുസ്ലിം സ്ത്രീകളെയൊക്കെ പല തരികിടകളും പറഞ്ഞുകൊണ്ട് മുതലെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രിക്കൽ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യന് നാം വല്ല അനുഗ്രഹങ്ങളും നന്മകളൊക്കെ നൽകിയാൽ അഅറള വനആ ബിജാനിബി, അവൻ വലിയ അഹങ്കാരം കിബറും ഒക്കെ കാണിച്ചിട്ട് അവഗണിച്ചിട്ട് പോകും. സമ്പത്തും പണവും സുഖവും സൗകര്യവും ആരോഗ്യവും സിഹത്തും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഭയങ്കര കിബറനാവും. അവനവന്റെ പാട്ടിന് പോകും. അനാബി ജാനിബി എന്ന പദത്തിന്റെ മലയാള അർത്ഥം ശരിക്കും പറഞ്ഞാൽ അവനവന്റെ പാട്ടിന് പോകുന്നതാണ്, അവനവന്റെ ഇഷ്ടം നോക്കിപ്പോ. അതേസമയം വൈദാ മസ്സഹു ശർറു കാന യഊസ, എന്തെങ്കിലും കഷ്ടപ്പാടോ പ്രയാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാന യഊസ, അവൻ യഊസായി മാറും. യഊസ് എന്ന അറബി പദത്തിനർത്ഥം അവൻ നിരാശനായി അള്ളാഹുവിന്റെ അടുക്കൽ വരും. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഒരു രോഗം വന്ന്, അല്ലെങ്കിൽ ഒന്ന് കടന്നുപോയി, അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രയാസം വന്ന്, പെട്ടെന്നൊരു വലിയ കടം വന്ന്, ആ സമയത്തൊക്കെ നമുക്ക് പഠിച്ചവന് വലിയ ഓർമ്മ ഉണ്ടാവും. അപ്പം ഭയങ്കര ദ്വാരക്കലും കരച്ചിലും പിടിച്ചലും വിഷമൊക്കെ ആയിരിക്കും. ആ മനുഷ്യന്മാരുടെ ഒരു പൊതുവായ സ്വഭാവമാണ്. പക്ഷേ അതിന് നേരെ വിപരീതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശുക്രിൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയത് നന്മ ഉണ്ടാകുന്ന സമയത്തായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്ഥിരപ്പെട്ടതാണ് സുജൂദു ശുക്ർ. സുജൂദു ശുക്ർ, നന്മയുടെ പേരിൽ സുജൂദ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സുജൂദ് ചെയ്യുക നിസ്കാരത്തിലാണ്. ഇങ്ങനെ വുദു ഒന്നും ആവശ്യമില്ലാത്ത ചെയ്യാൻ പറ്റുന്ന സുജൂദുണ്ട്. നിസ്കരിക്കാൻ നമുക്ക് സുജൂദ് ചെയ്യണം, വുദു ഒക്കെ വേണം. പക്ഷെ വുദു ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന സുജൂദാണ്. അതാണ് സുജൂദ് ശുക്ർ. സുജൂദ് ശുക്ർ, എന്തെങ്കിലും ഒരു സന്തോഷമുള്ള വാർത്ത നമ്മൾ കേട്ടു. ഇപ്പൊ മകൻ ഒരു വലിയ മത്സര പരീക്ഷ എഴുതി, അതിലവൻ 1ാം റാങ്ക് കിട്ടി, അല്ലെങ്കിൽ അതിൽ അവന് യോഗ്യത നേടി, അതൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ സുജൂദ് ചെയ്യുക. ഒരു വലിയ രോഗം വന്നു, അതെന്താന്ന് മനസ്സിലാകുന്നില്ല, ക്യാൻസർ ആണോ എന്താണ് മനസ്സിലാകുന്നില്ല, ടെസ്റ്റിന് അയച്ചു, സാമ്പിൾ എടുത്തു, ടെസ്റ്റിന് അയച്ചു, ടെസ്റ്റ് റിസൾട്ട് വന്നു, കുഴപ്പമില്ല, പോസിറ്റീവാണ്. അത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം തന്നെ സുജൂദ് ചെയ്യുക. എവിടെയാണെങ്കിലും സുജൂദ് ചെയ്യുക. പള്ളിയാണെന്നില്ല, പള്ളിയിൽ നിന്നാണെങ്കിൽ സുജൂദ് ചെയ്യാം, മുറ്റത്ത് നിന്നാണ് സുജൂദ് ചെയ്യാം, വീട്ടിന്റെ അകത്ത് വെച്ചാണെങ്കിൽ സുജൂദ് ചെയ്യാം. എവിടെയാണെങ്കിലും ആ സുജൂദ് ചെയ്യാവുന്നതാണ്. അത് സുജൂദ് ശുക്റാണ്. അപ്പോ നന്മകൾ ഉണ്ടാകുന്ന സമയത്ത്, റാഹത്ത് ഉണ്ടാകുന്ന സമയത്ത്, ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുജൂദ് ചെയ്തു. ഫഅതാല സുജൂദ് ഒരുപാട് ദീർഘിപ്പിച്ചു. സുമ്മ റഫഅ റഅസഹു, സുജൂദ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അന്ന ജിബ്രീൽ അതാനി ഫബശ്ശറനി ഫസജദ്തു ലില്ലാഹി ശുക്രൻ. ജിബ്രീൽ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയും എനിക്ക് മരണാനന്തരം ലഭിക്കുന്ന പലതരത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് സന്തോഷ വാർത്ത നൽകി. എനിക്ക് സന്തോഷം കിട്ടുന്ന പല വർത്തമാനങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. അതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും സുദീർഘമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്തതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ. മറ്റൊരിക്കല് സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്രയിലാണ്. മിമ്മക്കത്ത് നുരീദുൽ മദീന, മക്കയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്, മദീനയിലേക്കാണ് പോകുന്നത്. ഫലമ്മ കുന്ന ഖരീബൻ മിൻ അസ്വറ, അങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാണ് അസ്വറ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തെത്തിയപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഇറങ്ങിയ സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു.
ദുആ ചെയ്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് കടന്നു. പിന്നെ തല ഉയർത്തി, പിന്നെയും കുറെ നേരം ദുആ ചെയ്തു, പിന്നെയും സുജൂദിലായി കടന്നു. പിന്നെയും നബി തങ്ങൾ ഉയർന്നു, പിന്നെയും ഒരുപാട് നേരം ദുആ ചെയ്തു, പിന്നെയും സുജൂദിലേക്ക് കടന്നു. 3 തവണ ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയും 3 തവണ സുജൂദിലേക്ക് കഴിഞ്ഞുകൂടുകയും ചെയ്തു. സഹാബാക്കൾ ഇത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങെന്താണ് ദുആ ചെയ്തത്, അങ്ങെന്തിനാണ് സുജൂദ് ചെയ്തതെന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി സഅൽതു റബ്ബി വശഫഅതു ലി ഉമ്മത്തി ഫആതാനി സുലുസ ഉമ്മത്തി. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്തു, ഷഫാഅത്ത് നടത്തി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള 1/3 വിഭാഗം ആളുകളെ സ്വീകരിച്ചു. അവരുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശ അല്ലാഹു സ്വീകരിച്ചു. അപ്പോൾ ഞാൻ സുജൂദ് ശുക്ർ ചെയ്തു. വീണ്ടും ഞാൻ അല്ലാഹുവോട് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമ്മത്തിന്റെ 2/3 വിഭാഗക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാം എന്ന് എനിക്ക് ഉറപ്പ് നൽകി. അതിന്റെ പേരിൽ ഞാൻ സുജൂദ് ശുക്ർ നൽകി. വീണ്ടും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു. ഫആതാനി സുലുസ ഉമ്മത്തി ഫഖറതു സാജിദൻ ലിറബ്ബി ശുക്രി ثم رفعت راسي فسألت ربي لأمتي فآتاني الثلث الآخر. മൂന്നാമത് ഞാൻ ദുആ ചെയ്ത സമയത്ത് എൻ്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ദുആ കേട്ടു. മീൻസ് നബിതങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് മുഅ്മിനാകുന്ന ആളുകൾ, നബിതങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വർഗത്തിൽ കയറ്റാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് നൽകി. അല്ലേ? ശിർക്ക് ചെയ്യാത്ത മുഴുവൻ ആളുകളും, അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യാത്ത, പങ്കു ചേർക്കാത്തവനായ നിലക്ക് ദുനിയാവിൽ മരണപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹു ഉറപ്പ് നൽകിയ സമയത്ത് ഞാൻ 3ാമത് സുജൂദിൽ കടന്നു. റവാഹു അബൂദാവൂദ് ധരിക്കുന്ന ഹദീസാണ്. അപ്പോ നബിതങ്ങൾ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ദുആ സ്വീകരിച്ച സമയത്ത് നബിതങ്ങൾ ശുക്ർ ചെയ്യാണ്. ഈ രീതിക്ക് നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദുആ ചെയ്തു, അത് അള്ളാഹു സ്വീകരിച്ചാൽ അപ്പോ സുജൂദ് ചെയ്യണം. നബിതങ്ങൾ സഹാബാക്കൾ അങ്ങനെ ചെയ്തു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു യമാമ യുദ്ധ ദിവസം മുസ്ലിമീങ്ങൾ വിജയിച്ചു എന്ന വാർത്ത കേട്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. യമാമ യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ രംഗത്ത് വന്നൊരു യുദ്ധമായിരുന്നു അത്. ആ യുദ്ധത്തിൽ വെച്ച് ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന പ്രവാചകത്വം വാദിച്ചു കൊണ്ടുവന്ന ആ മനുഷ്യൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കുറെ ഖവാരിജികൾ എന്നൊരു വിഭാഗം രംഗത്ത് വന്നു. മുസ്ലിമുകൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു. അവരിൽ ഏറ്റവും വലിയ നേതാവായിരുന്നു ഉദസ്സദിയ എന്ന് പറയുന്ന ഒരാൾ. അയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടപ്പോഴും മഹാനായ അലി റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തു. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഏത് രീതിയിലുള്ള നന്മകൾ വരികയാണെങ്കിലും ആ നന്മയുടെ സന്തോഷത്തിന്റെ പേരിൽ സുജൂദ് ചെയ്യുന്നത് എന്താണ്? പുണ്യമുള്ള കാര്യമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, നന്മകൾ ലഭിക്കുന്ന സമയത്ത്, നിഅമത്തുകൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുലേക്ക് മടങ്ങണം, അള്ളാഹുവിനോട് സുജൂദ് ചെയ്യണം. ഖുൽ കുല്ലു യഅമലു അലാ ശാക്കിലതി ഫറബ്ബുക്കും അഅലം ബിമൻ ഹുവ അഹ്ദാ സബീല. ഓരോ ആളുകളും അവരവരുടെ സ്വഭാവത്തിനും അവരവരുടെ രീതിക്കും അനുസരിച്ച് അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫറബ്ബുക്കും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, ആരാണ് ഏറ്റവും നല്ല സന്മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നതെന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പലരും പല അമലുകൾ ചെയ്യുന്ന സമയത്തും അവരുടെ മനസ്സിലുള്ള നിയ്യത്ത് വ്യത്യസ്തമായിരിക്കും. പല ഉദ്ദേശങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ അമൽ ചെയ്യുന്നത്. എന്നാൽ ആരാണ് നല്ല ഉദ്ദേശത്തിന്റെ പേരിൽ അമൽ ചെയ്യുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയാം. വിധങ്ങൾ പറയുന്നത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോരുത്തരും ഓരോ അമൽ ചെയ്യുന്ന സമയത്തും ഓരോ നിയ്യത്തിലാ ചെയ്യുന്നത്. എന്നാൽ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, അല്ലാഹു ഓരോരുത്തരുടെയും മനസ്സിന്റെ അകത്തുള്ള നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമലുകൾ സ്വീകരിക്കുക. ഈ നബിതങ്ങൾ ഈ ഹദീസ് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആളുകൾ പലായനം ചെയ്ത സന്ദർഭം. അതിൽ എല്ലാ സഹാബാക്കളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ഹിജ്റ ചെയ്തത്. പക്ഷേ ഒരു വ്യക്തി, അയാൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത്, അയാൾ പ്രണയിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മദീനത്തുണ്ട്. അപ്പൊ അവളെ വിവാഹം കഴിക്കണം എന്ന നെയ്യത്തോടു കൂടി എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു.
എന്തല്ല, ദീനിനെ സംരക്ഷിക്കണം, ദീനിന് വേണ്ടിയായിരുന്നില്ല അദ്ദേഹം ഹിജ്റ ചെയ്തത്, പലായനം ചെയ്തത്, മക്ക വിട്ട് മദീനത്തേക്ക് വന്നത്, മറിച്ച് മദീനത്തുള്ള ആ പെൺകുട്ടി വിവാഹം കഴിക്കാൻ വേണ്ടി. അപ്പൊ അയാളുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താ? ദുനിയാവിന്റെ ഉദ്ദേശമാണ്, ദുനിയാവിന്റെ ആഗ്രഹമാണ്. അയാൾക്ക് അതിന്റെ പേരിലുള്ള പ്രതിഫലം നാളെ സ്വർഗത്തിൽ കിട്ടൂല. അതാണ് ഖുർആൻ പറഞ്ഞത്, മൻകാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ. നിങ്ങൾ എന്തെങ്കിലും അമൽ ചെയ്യുന്നതുകൊണ്ട് ദുനിയാവിൽ വല്ലത് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദുനിയാവിൽ വെച്ച് അള്ളാഹു നൽകും. പ്രശസ്തി കിട്ടണം, പണം കിട്ടണം, ആളുകൾ എന്നെ നല്ല മനുഷ്യരെന്ന് പറയണം എന്നുദ്ദേശിച്ചിട്ടാണ് വല്ല സൽക്കർമ്മം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് നൽകും. ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമ മദ്ഹൂറ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ സ്വർഗത്തിൽ പ്രത്യേകിച്ച് വലിയ പ്രതിഫലം ഒന്നും ഉണ്ടാവില്ല, മറിച്ച് ദുനിയാവിലുള്ള വല്ലതും ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾക്ക് നരകായിക്കുണ്ടാവുക. അതേ സമയത്ത് അള്ളാഹുവിന്റെ ആഖിറത്തുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അമലുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കാത്ത രീതിയിലുള്ള പ്രതിഫലങ്ങളൊക്കെ നൽകും. അപ്പൊ കുൽ അമലു അലാ ശാക്കിലത്തി, നമ്മൾ ഓരോ അമൽ ചെയ്യുന്ന സമയത്തും ഓരോ നിയ്യത്തിലും ഓരോ രീതിക്കായിരിക്കും നമ്മൾ അമൽ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നവൻ, നല്ല നിയ്യത്തുള്ള ആളുകൾ ആരാണെന്ന് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ 3 ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു. അതിലൊരു ചോദ്യത്തെ പറ്റിയാണ് ഈ ഖുർആൻ ആയത്ത് പറയുന്നത്. അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് റൂഹിനെ കുറിച്ച് ചോദിച്ചു, ആത്മാവിനെ കുറിച്ച് ചോദിച്ചു. എന്താണ് റൂഹ്, എന്താണ് ആത്മാവ്? ശരിക്കും മക്കത്തെ ഖുറൈശികൾക്ക് ഇതിനെ പറ്റി ഒന്നും ചോദിക്കാൻ അറിയില്ല. ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത് ജൂതന്മാരാണ്. മുമ്പ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നബിതങ്ങൾ നബിയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഇവർ ജൂതന്മാരുടെ അടുക്കൽ പോയി അന്വേഷിച്ചു. ജൂതന്മാർ പറഞ്ഞു 3 ചോദ്യങ്ങൾ ചോദിക്കുക, 3നും അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നബിയാണ്. 1 റൂഹിനെ പറ്റി ചോദിക്കണം, 2 ഗുഹയിൽ അകപ്പെട്ട യുവാക്കളെ കുറിച്ച് ചോദിക്കണം, 3 ലോകം മൊത്തം കീഴടക്കിയ രാജാവിനെ പറ്റി ചോദിക്കണം. നബിതങ്ങൾ 2നും ഉത്തരം നൽകി. ആ ഗുഹാവാസികളെ പറ്റി ഉത്തരം നൽകി, അതുപോലെ തന്നെ ദുൽഖർനൈൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ചും ഉത്തരം നൽകി. അതിന്റെ വിശദീകരണമൊക്കെ സൂറത്തുൽ കഹ്ഫിലുണ്ട്. 3ാമത്തെ ചോദ്യം റൂഹിനെ കുറിച്ചായിരുന്നു, ആത്മാവിനെ കുറിച്ചായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി വന്നത് ഖുലി റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് അള്ളാഹുവിന്റെ അധികാരത്തിൽ, അള്ളാഹുവിന്റെ അണ്ടറിലുള്ള കാര്യമാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വളരെ അല്പം മാത്രമേ നിങ്ങൾക്ക് അറിവും വിജ്ഞാനവും നോളേജ് ഒക്കെ നൽകിയിട്ടുള്ളൂ. ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അറിവൊന്നും നിങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ഇത് നബിതങ്ങളെ കൊടുക്കാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മനുഷ്യന്മാർക്കിട്ട് മനസ്സിലാവില്ല. കാരണം ആത്മാവ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത്, ആധുനിക കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾക്ക്, നവനാസ്തികർക്കൊക്കെ പറ്റിയ വലിയ മിസ്റ്റേക്ക്, വലിയ തെറ്റാണ്. കാണാത്തൊന്നും ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഒന്നുകിൽ കണ്ണുകൾ കാണണം, അല്ലെ ചെവി കൊണ്ട് കേൾക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റണം. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടോ, ഇത് മാത്രമേ ദുനിയാവിലുള്ളൂ. ഇതല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നാര് പറഞ്ഞു? ഈ നിരീശ്വരവാദികളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ആത്മാവിനെ നിങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് ആത്മാവില്ല. ഇപ്പൊ നിരീശ്വരാർത്ഥികൾ ആത്മാവിൽ വിശ്വസിക്കുന്നില്ലല്ലോ, ഹൃദയത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഹൃദയം നിലക്കുമ്പോൾ മനുഷ്യൻ നിലക്കും, മനുഷ്യ ശരീരം നിലക്കും എന്നാണ് ആധുനിക സയൻസ് പറയുന്നത്. അല്ലെ, മനുഷ്യന്റെ ഹൃദയം നിലച്ചാൽ സ്റ്റോപ്പായി. ഈ സ്റ്റോപ്പാവുന്ന സമയത്ത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾ മുഅ്മിനീങ്ങൾ പറയുന്ന ഒരു സാധനമുണ്ട്. അതാണല്ലോ ആത്മാവ്, റൂഹ്. ആ റൂഹിനെ ഇറക്കുന്ന സമയത്ത് ജീവൻ കിട്ടുന്നു, ആ റൂഹിനെ എടുക്കുന്ന സമയത്ത് ആത്മാവ് പോകുന്നു, ജീവൻ പോകുന്നു എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ ആത്മാവിനെ ഇവർ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? ആത്മാവിനെ ഇവർ കാണുന്നില്ല. ഞങ്ങൾ കാണാത്തോണ്ട് വിശ്വസിക്കുക. പക്ഷെ അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഇന്ന് സയൻസ് നിലകൊള്ളുന്നത് തന്നെ അവര് പോലും കാണാത്ത പല വസ്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സയൻസിന്റെ ലോകം, ഭൗതിക ശാസ്ത്രം, അവര് വളരെ ഈ അടുത്ത കഴിഞ്ഞ നൂറ്റാണ്ടിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്തായിരുന്നു? ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയെ പറ്റിയുള്ള ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് അത് കണ്ടെത്തിയത്. ആ ഗുരുത്വാകർഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി സയൻസിന്റെ പല ഗവേഷണങ്ങളും പഠനങ്ങളൊക്കെ നടത്തി. എന്താ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാ വസ്തുക്കളെയും ഭൂമിയിലേക്ക് ആകർഷിക്കും.
മുകളിലേക്ക് ഇറങ്ങിയ ഒരു പന്താണെങ്കിൽ അത് മുകളിലേക്ക് പറന്നു പോകില്ല, അത് ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരും. മരത്തിൽ നിന്ന് താഴോട്ട് പോകുന്ന ഒരല അത് മുകളിലേക്ക് പോകൂല, അത് ഭൂമിയിലേക്ക് തന്നെ ആകർഷിക്കും, ഭൂമിയിലേക്ക് തന്നെ ആകർഷിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം, ഇവര് ഈ ഗുരുത്വാകർഷണ ബലത്തിന് കാണുന്നുണ്ടോ? ഇല്ല. ഗുരുത്വാകർഷണ ബലം എന്തിന് കാണുന്നു? ഗ്രാവിറ്റി അവർ നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല. അതിന്റെ പ്രതിഫലനം മാത്രമേ കാണുന്നുള്ളൂ. അത് കാരണം ഉണ്ടാവുന്ന പ്രതിഫലനം മാത്രമേ കാണുന്നുള്ളൂ. ബോൾ എറിഞ്ഞുമ്പോൾ മോളിലേക്ക് പോകുന്നില്ല, താഴോട്ട് വരുന്നുണ്ട്. ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ മുകളിലേക്ക് പോകുന്നില്ല, താഴോട്ട് പോകുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ പ്രതിഫലനം കാണുകയും അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉണ്ട് എന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്, ആത്മാവിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. ദൈവത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നില്ല. പക്ഷെ ആ ദൈവമുണ്ട്, ഒരു റബ്ബുണ്ട് എന്നുള്ളതിന്റെ പല പ്രതിഫലനങ്ങളും പല എഫക്റ്റുകളും നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നില്ലേ? ആ ഒരു ദൈവം നിയന്ത്രിക്കുന്ന ഒരാളില്ലാതെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഇത്ര സിസ്റ്റമാറ്റിക്കായി നടന്നു പോവുക? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എങ്ങനെയാണ് ഇത്ര സിസ്റ്റമാറ്റിക്കായി സഞ്ചരിക്കുക? ആത്മാവിനെ നമ്മൾ കാണുന്നില്ല, ഓക്കെ, പക്ഷെ ആത്മാവ് ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും ഒരു എഫക്റ്റ് കാണുന്നില്ലേ? ആത്മാവ് ഉള്ള സമയത്ത് മനുഷ്യന്റെ ശരീരം അത് പ്രവർത്തിക്കുന്നു, ആത്മാവില്ലാത്ത സമയത്ത് മനുഷ്യന്റെ ശരീരം നിലച്ചു പോകുന്നു.